ഹേയ് ഓൾ, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ബിഗ് ബോസ് സീസൺ 6 വിവാദങ്ങളിൽ നിന്നും വിവാദങ്ങളിലേക്ക് കൂപ്പ് കുത്തിക്കുന്നത് ബിഗ് ബോസ് അണിയറ പ്രവർത്തകർ തന്നെയാണ്. തുടക്കം മുതൽക്ക് തന്നെ ഫോക്കസ് ചെയ്തത് ഗബ്രി ജാസ്മിൻ കോംബോ ആണ്. ഇത് പ്രേക്ഷകർക്കിടയിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണെന്ന് മനസ്സിലായിട്ടും പല സീൻ വീണ്ടും പ്രേക്ഷകർക്ക് ഇട്ടുകൊടുത്ത് TRP കൂട്ടി. ഇത് അവരുടെ ഒരു ബിസിനസ് മൈൻഡാണ്. അവരിട്ട് കൊടുക്കുന്ന സീനിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഇഷ്ടപ്പെട്ടും ആസ്വദിച്ചും ചീത്ത വിളിച്ചും ഒക്കെ ആൾക്കാർ പ്രത്യക്ഷപ്പെട്ടു. അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ഒരു പറ്റം യൂട്യൂബേഴ്സ് ആണെന്ന് വരുത്തി തീർത്തു. അതിനിടയിൽ ജാസ്മിൻ്റെ ഉപ്പ വിളിച്ച കോള് ഇവർ മുക്കി. അത് തന്നെ പല കിംവദന്തികൾ പടരുന്ന അവസരത്തിൽ ഷോ മാറ്റിപ്പിടിക്കുന്ന എന്ന വ്യാജേന 6 വൈൽഡ് കാർഡിനെ ഉള്ളിൽ കയറ്റി. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമുള്ള ഗെയിമേഴ്സാണ്. അതിൽ എടുത്തു പറയേണ്ടത് പൂജ, സിബിൻ, അഭിഷേക് കെ എന്നിവരെ പ്രേക്ഷകർ ഒരുപാട് ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഗെയിം ചേഞ്ചായി. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഒരു ഓളങ്ങളൊക്കെ വന്നു തുടങ്ങി. പ്രത്യേകിച്ച് സിബിൻ കൊണ്ടുവരുന്ന കണ്ടൻറ്റുകളെല്ലാം പവർഫുൾ ആയിരുന്നു. അതിൽ ഫണ്ണ്, എൻ്റർടൈൻമെൻറ്റ്, പുതിയ ആശയങ്ങൾ എന്നിവയൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. പ്രേക്ഷകർ അത് ആസ്വദിച്ച് തുടങ്ങുകയും ചെയ്തു. വൈൽഡ് കാർഡ് വന്നതോടുകൂടി ജാസ്മിൻ, ഗബ്രി, അതേപോലെ ഋഷി, അൻസിബ, അങ്ങനെ കുറച്ച് കോംബോകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ ഒന്ന് ഉയർത്തെഴുന്നേൽച്ചിട്ടു. അവർ ആ വായത്തോപ്പിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി എല്ലാവരും ഒരു എനർജറ്റിക് ആയിട്ട് വന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ സിബിൻ ജാസ്മിന് പോയൊന്ന് കൊട്ടി. ആ കൊട്ടിൽ ജാസ്മിൻ തകർന്ന് തരിപ്പടമായി. എന്നിരുന്നാലും ജാസ്മിൻ അതിൽ നിന്നൊക്കെ ഉയർത്തെഴുന്നേൽറ്റ് സർപ്പത്തിനെ പോലെ പത്തി വിടർത്തി നിൽക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. ഒരു പക്ഷേ സിബിൻ അവിടെ വീണ്ടും തുടർന്നിരുന്നെങ്കിൽ ജാസ്മിൻ്റെ ഗെയിമും അതേപോലെ ഗബ്രിയുടെ ഗെയിമും നമ്മൾക്ക് കാണാമായിരുന്നു. എന്നാൽ അത്രത്തോളം ക്ഷമയൊന്നും ബിഗ് ബോസിനില്ലായിരുന്നു. ബിഗ് ബോസിൻ്റെ ചിന്ത മറ്റൊരു രീതിയിലായിരുന്നു. ബിഗ് ബോസിന് ആവശ്യം ജാസ്മിൻ്റെയും ഗബ്രിയുടെ മറ്റേ സീനുകളാണ്. അതിലൂടെ മാത്രമേ ഇവർക്ക് പണം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. സിബിൻ അവിടെ തുടർന്നാൽ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും അത്തരം സീനുകളൊന്നും കിട്ടില്ല എന്ന് ബിഗ് ബോസ് മനസ്സിലാക്കി. വൈൽഡ് കാർഡ് വന്നതിന് ശേഷം ജാസ്മിനും ഗബ്രിയും ചെറിയൊരു അകൽച്ച പാലിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ തുടർന്നാൽ പോകെ ജാസ്മിനും ഗബ്രിക്കും അത് ഗുണമാകുകയേ ചെയ്യുമായിരുന്നുള്ളൂ. അവർ ഇൻഡിവിജ്വലായി ഗെയിം കളിക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. കാരണം ജാസ്മിൻ, ഗബ്രി എന്ന് പറഞ്ഞാൽ നല്ല പവർ ഗെയിമേഴ്സാണ്. അവരെ തകർത്തത് ശരിക്കും ബിഗ് ബോസ് ആണ്. ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഭാവി കോഞ്ഞാട്ടാക്കിയത് ബിഗ് ബോസ് തന്നെയാണ്. 23 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. അവളുടെ പ്രായത്തിൻ്റെ പക്വതയില്ലായ്മ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. എന്തിനാണ് അവളെ ഇങ്ങനെ തേജോവധം ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അവരോട് പറയാനുള്ളത്, അവളെ എത്രത്തോളം തേജോവധം ചെയ്യാൻ ഇട്ടുകൊടുത്തത് ബിഗ് ബോസ് ആണ്. ബിഗ് ബോസിന് വേണമെങ്കിൽ സിബിനെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ അങ്ങനെ തന്നെ കണ്ടിന്യൂ ആയിട്ട് പോകുകയാണെങ്കിൽ ജാസ്മിനും ഗബ്രിയും മാറ്റി ഗെയിം കളിക്കുമായിരുന്നു. അതിൽ നിന്ന് അവരെ സിബിനെ ഔട്ടാക്കുകയും ജാസ്മിനെയും ഗബ്രിയും അവിടെ പിടിച്ചു നിൽക്കുകയും അവർക്കിടയിലൂടെയുള്ള ഷോ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്തത് ബിഗ് ബോസ് ആണ്. സിബിൻ പുറത്തായി കഴിഞ്ഞാൽ പിന്നെ പഴയതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമെന്ന് ബിഗ് ബോസ് ധരിച്ചു. സിബിൻ്റെ തിരിച്ചുവരവ് സിബിൻ തന്നെ പറയുന്നുണ്ട്. ഞാൻ ആഗ്രഹിച്ചു വന്നതല്ല, എന്നെ പറഞ്ഞു വിട്ടതാണെന്ന് പറയുന്നുണ്ട്. സിബിൻ തിരിച്ചു വരുന്നതിൻ്റെ മുൻപേ തന്നെ പ്രേക്ഷകർക്ക് ഡൗട്ടുണ്ടായിരുന്നു. സിബിൻ അത് പറഞ്ഞപ്പോൾ ഡൗട്ട് കൂടി. അതിനെ ക്ലിയർ ചെയ്യുന്ന തരത്തിൽ അഖിൽ മാരാർ രംഗത്തെത്തി. അദ്ദേഹം പറയുന്ന പല സത്യങ്ങളും പ്രേക്ഷകർക്കിടയിൽ ഞെട്ടലുണ്ടാക്കി. അവർ ചിന്തിക്കാൻ തുടങ്ങി. 2 ആഴ്ചയോളം സിബിൻ മൗനമായിരുന്നു. ഒരുപക്ഷെ സിബിന് ബിഗ് ബോസിലേക്ക് വീണ്ടും ഒരു എൻട്രി ഉണ്ടാകുമെന്ന് ധരിച്ചിരുന്നു. പ്രേക്ഷകരും അത് പ്രതീക്ഷിച്ചിരുന്നു, സിബിൻ്റെ എൻട്രി. കാരണം അത്രത്തോളം പ്രേക്ഷകർ സിബിനെ ഇഷ്ടപ്പെട്ടിരുന്നു. ബിഗ് ബോസിൻ്റെ ഈഗോ സിബിനെ തിരിച്ചെടുക്കാൻ മനസ്സ് കാണിച്ചില്ല. പിന്നീട് സിബിൻ ബിഗ് ബോസിലുണ്ടായ ദുരനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അത് പ്രേക്ഷകർ ഏറ്റെടുത്തു. അഭിഷേക്, ജയദീപ്, സിബിൻ, അഖിൽ മാരാർ ഇവർ 3 പേരും പറഞ്ഞ കാര്യങ്ങളിൽ എന്തൊക്കെയോ കയമ്പുണ്ടെന്ന് പ്രേക്ഷകർ വിശ്വസിച്ചു തുടങ്ങി. ഇത് ബിഗ് ബോസിൻ്റെ ക്രെഡിബിലിറ്റിയെ സാരമായി ബാധിച്ചു. പല പ്രേക്ഷകരും ബിഗ് ബോസിനെ വെറുക്കുകയും മടുക്കുകയും ചെയ്തു. പല സംശയങ്ങളും പ്രേക്ഷകർക്കിടയിൽ മുട്ടിട്ടു.
മാരാറേയും സിബിനെയും ഒതുക്കാൻ വേണ്ടി പരോക്ഷമായി ബിഗ് ബോസ് പല ആൾക്കാരെയും ഇറക്കി പിആറുകളെ ഇറക്കി. പക്ഷെ യാതൊരു കാര്യവും ഉണ്ടായില്ല. ബിഗ് ബോസ് ഒരു സംശയ കൂടാരമായിട്ട് മാറി. ബിഗ് ബോസ് ഇപ്പോൾ നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും പ്രേക്ഷകർ സംശയത്തോടെ മാത്രമേ കാണുന്നുള്ളൂ. നേരത്തെ തന്നെ സംശയത്തിൻ്റെ നിഴലിലാണ് നോറ. ഇപ്പോൾ ഇത് ആ സംശയം ബലപ്പെടുത്തുന്ന രീതിയിൽ ബിഗ് ബോസ് ചെയ്തിരിക്കുന്നു. പ്രേക്ഷകരുടെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഔട്ടാകേണ്ട ഒരാളാണ് നോറ. അവളെ ഔട്ടാക്കുന്നതിന് പകരം എവിക്റ്റ് എന്ന വ്യാജേന അവളെ സീക്രട്ട് റൂമിൽ കൊണ്ടുപോകുന്നു, ഒരു പ്രേതമായിട്ട് റീ എൻട്രി ചെയ്യുന്നു. ഇതിൻ്റെയൊന്നും കാര്യമുണ്ടായിരുന്നില്ല. ഗെയിം ചേഞ്ച് ചെയ്യാനെന്ന വ്യാജേനയാണ് അങ്ങനെ ചെയ്തത്. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? അതെല്ലാം പാളിപ്പോയി. നോറയെ കൊണ്ട് പല ഗെയിമുകളും ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അതൊക്കെ പൊളിച്ച് കയ്യിൽ തരുന്നതാണ് നോറ. ഇതിനു മുമ്പ് നോറയെയും ജിൻഡോയെയും കൈകെട്ടി ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വളരെ എൻ്റർടൈൻമെൻ്റായി ചെയ്യേണ്ടി ഒന്ന് പൊളിച്ച് കയ്യിൽ കൊടുത്തൊരു വ്യക്തിയാണ് ഈ നോറ. ശരിക്കും പ്രേക്ഷകർ മടുത്തു. അത്രയും വൃത്തികെട്ട ഒരു ഷോയാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത്. ഒരു കാര്യവുമില്ലാതെ ഈ ലാലേട്ടനെ കൂടി ഒരു കോമാളിയാക്കുകയാണ് ബിഗ് ബോസ് ചെയ്യുന്നത്. സംശയത്തിൻ്റെ നിഴലിലുള്ള നോറ എന്നൊരു പെൺകുട്ടിയെ വലിച്ചു കീറുന്നതിന് സമയമായി ഇങ്ങനെ ബലിയാടാക്കാൻ വിട്ടുകൊടുക്കേണ്ട കാര്യമുണ്ടോ ബിഗ് ബോസ്? ജാസ്മിനായാലും നോറക്കായാലും പുറത്തൊരു ജീവിതമുണ്ട്. രണ്ടുപേർക്കും ഒരു വിവാഹമൊക്കെ കഴിക്കേണ്ടതാണ്. അത്രമാത്രമെങ്കിലും നിങ്ങൾ ചിന്തിക്കണം. നോറയ്ക്ക് വോട്ട് വളരെ കുറവാണ്. ഈ പ്രാവശ്യം പുറത്തു പോവേണ്ടവൾ തന്നെയാണ്. കാരണം ഒരുപാട് പേര് അവിടെ നിൽക്കുന്നുണ്ട്. 9 പേരെങ്ങാൻ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ. ഇനി 2 വീക്ക് കൂടിയേ ഉള്ളൂ ഫിനാലേക്ക്. ഈ ഒരു സമയത്ത് ഒരാളെയും കൂടി എവിക്റ്റ് ആക്കേണ്ടത് അത്യാവശ്യമാണ്. അതേപോലെ തന്നെ നോറയെ ഇതിനു മുമ്പ് 2 ടൈം ബിഗ് ബോസ് രക്ഷിച്ചിട്ടുണ്ട്. 2 ടൈം വോട്ട് കുറവാണ് എന്ന് തോന്നുന്നേരം എവിക്ഷൻ മാറ്റി വെക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. അത്രയും വോട്ട് കുറവുള്ള ഒരാളെ എവിക്റ്റ് ചെയ്ത് സീക്രട്ട് റൂമിലിട്ട് വീണ്ടും റീ എൻട്രി കൊടുക്കുന്നത് അത് ചീപ്പായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നോറയ്ക്ക് പകരം അർജുൻ, അഭിഷേക്, ജിൻഡോ ഇവരെ 3-ൽ ആരെങ്കിലും ആണ് എവിക്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് പ്രേക്ഷകർക്കിടയിൽ തിളച്ചുമറിയാൻ, ഒരു തീപ്പൊരിയാകാനൊക്കെ ഉള്ള സാധ്യതയുണ്ടായിരുന്നു. അവരെ റീ എൻട്രി ചെയ്യുമ്പോൾ പ്രേക്ഷകർക്ക് കുളിരും അതേപോലെ ഒരു സന്തോഷവും ആ ഒരു ഗെയിമിൽ ചേഞ്ചിങ് എന്നൊക്കെ പറയാമായിരുന്നു. ഇതെന്ത് പേരുദോഷമല്ലാതെ എന്തിനാണ് ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ജാസ്മിനെയും നോറയും ഇങ്ങനെ പേരുദോഷമുണ്ടാക്കുന്നത്? അവർക്ക് പുറത്തു പോയി ജീവിക്കണ്ടേ? പ്രശസ്തി ആഗ്രഹിച്ചാണ് ബിഗ് ബോസിലേക്ക് എല്ലാവരും വരുന്നത്. പക്ഷേ ഇവർ രണ്ടാളും പുറത്ത് കടക്കുമ്പോൾ കുപ്രസിദ്ധി നേടിയിട്ടാണ് പോകുന്നത്. നിങ്ങൾക്കെല്ലാം ഒരു ബിസിനസ് ആണല്ലോ. ബട്ട് 2 പെൺകുട്ടികളുടെ ജീവിതം വെച്ചാണ് നിങ്ങളുടെ ഈ ചീഞ്ഞ ഷോ മുന്നോട്ട് പോയത്. അതിലും ഭേദം പട്ടിണി കിടക്കുന്നതോ ഇരന്ന് ജീവിക്കുന്നതോ ആണ്. അതിലും ഒരു അന്തസ്സുണ്ട്. വലിയ ഒരു ഷോ എന്ന വ്യാജേന മണ്ണാങ്കട്ട പരിപാടിയായിട്ട് വന്നിരിക്കുന്നു.